ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാവിലെ എഴുന്നേറ്റിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും. നല്ലൊരു പ്രൊഡക്ടിവിറ്റി പോലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് റെറ്റിനയുടെ അകത്തുള്ള റോഡ് സെൽസിനെ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ കോൺ സെൽസ് ആക്റ്റീവ് ആവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്കൊരു പകൽ എന്നുള്ള ഒരു അനുഭൂതി ആയിരിക്കും തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ നമുക്ക് ഉറക്കം കിട്ടത്തില്ല. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ മനസ്സിനെ അലോരസപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അന്നേ ദിവസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ പറ്റിയിട്ട് അമിതമായിട്ട് ചിന്തിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് സാധിക്കത്തില്ല. പിന്നീട് നമ്മൾ എപ്പോഴും ഈ ആഹാരം കഴിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ആഹാരം കഴിച്ചാൽ ശരീരം കൂടുതലായിട്ട് ദഹിക്കുന്നതിന് വേണ്ടിയിട്ട് ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മിനിമം ഒരു 3 മണിക്കൂർ മുൻപെങ്കിലും കൃത്യമായിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന പോലെ നല്ലൊരു ദഹനമൊക്കെ കിട്ടിയിട്ട് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റും. ഇനി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അമിതമായിട്ടുള്ള അളവിൽ നമ്മൾ വെള്ളം കുടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ രാത്രിയിൽ നമ്മുടെ കിഡ്നി കൂടുതലായിട്ട് പ്രവർത്തിക്കേണ്ടി വരികയും അതിനോടനുബന്ധിച്ച് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രാത്രിയിൽ ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ മിനിമം 3 മണിക്കൂർ മുൻപെങ്കിലും കഴിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ചെറിയ അളവിൽ മാത്രം വെള്ളം കുടിച്ചിട്ട് കിടക്കുക. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പതിവായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഉറക്കം കൂടുതലും മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും.